ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മൾ ദുബായിൽ പங்குനി ഉത്ര ദിവസം കാവടി പൂജ നടത്താൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. ഞായറാഴ്ചത്താണ് തട്ട് നിറയ്ക്കൽ, അതിനുശേഷം വരുന്ന ചൊവ്വാഴ്ചയാണ് പங்குനി ഉത്രം. അപ്പോൾ അന്ന് ദിവസമാണ് ഭഗവാൻ അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇപ്പോൾ രാത്രിയാണ് സമയം. നമ്മളിതാ രാത്രി 2 മണിയായിട്ടോ, അതായത് സൺഡേ പുലർച്ചെ 2 മണിയാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന അവിടെയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് സെറ്റ് ചെയ്താലേ നാളെ അലങ്കരിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ കാണാനും ഇതൊക്കെ. അപ്പോൾ നമ്മൾ കാവടിയൊക്കെ ഇതാ ഇങ്ങനെ കറക്റ്റ് ഓർഡർ വൈസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഇതാ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലേക്ക് ഒന്നും സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ രാവിലെ അഭിഷേകവും എല്ലാതും നാളെ ഉണ്ട്, അഭിഷേകം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വന്നിട്ട് നമ്മൾ തലേദിവസം രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നിട്ടോ. ഞാനും ഏട്ടനും വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി പോകാൻ. അപ്പോൾ ഭഗവാനെ ഇതെങ്ങനെയാണ് ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നാളേക്ക് ആവശ്യമുള്ള പൂക്കളാണ് കേട്ടോ, അലങ്കാരത്തിന് ആവശ്യമുള്ള പൂക്കളൊക്കെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ നേരെ പോയി കുറച്ച് 3 മണിക്ക് വീടെത്തി. അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് 3 മണിയായി. അപ്പോഴേക്കും പാർക്കുട്ടി എണീറ്റുണ്ടായിരുന്നു. കാരണം അവൾ 8:30 കിടന്നുറങ്ങിയിട്ട് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളെ മേലെ കിടത്തി ഉറക്കി. എനിക്ക് ഉറക്കം വന്നില്ല, എന്തെന്നറിയില്ല, എന്തെന്തോ ഉറക്കം വന്നില്ല. അന്ന് ശിവരാത്രിയാണെന്ന് പറയാം കേട്ടോ. ഞാൻ കിടന്നിട്ടേ ഇല്ല, ഒരു സിം കണ്ണടച്ചിട്ടില്ല. രാവിലെ എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് കുളിച്ച് എന്താണ് നിവേദ്യം ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ സമാധാനത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 3 നിവേദ്യമാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് പോയി ഉണ്ടാക്കണം. പിന്നെന്താ, അവിടുത്തെ അലങ്കാരം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 10 മണിയായി. പിന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ 3 മണി. കാവടി കെട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അപ്പോൾ ഞാൻ കുട്ടികളെ ഒരു 6 മണിക്ക് എണീക്കണം. ഇവിടുന്ന് ഒരു 7:30 ഇറങ്ങണം. 8 മണിക്കാണ് അഭിഷേകവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു 6 മണിക്ക് എണീറ്റ് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കഴിക്കാൻ കൊടുക്കണം, മസ്റ്റാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ആയാലും അവരുടെ വയറ് നിറച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടല്ലേ. അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ കാപ്പി കൊടുത്തിട്ടൊന്നും ശീലിപ്പിച്ചിട്ടില്ല. രാവിലെ എണിച്ച വഴി കാപ്പി വേണം എന്നുള്ള ശീലമൊന്നുമില്ല. പാറുവിനാണ് പിന്നെയും ഒരു 4 മണിയാകുമ്പോൾ ഒരു കാപ്പി വേണം എന്നുള്ളത്, 2 പേർക്കും ഇല്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ എന്തൊക്കെ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിയുന്നതും ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ നമുക്കിനി നിവേദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഉഴുന്നുവടയ്ക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വ്ളോഗിലൊക്കെ ഇട്ട പോലെ തന്നെയാണ് കേസരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ശരി, അപ്പോൾ നമുക്ക് നേരിട്ട് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഉഴുന്ന് ഓൾറെഡി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഇത് അരച്ചെടുത്ത മാവാണ് കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒരു ഫോർക്കും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തു പറഞ്ഞാൽ അതിൽ എയർ കടന്നിട്ട് അത് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പെരിങ്കായും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. എണ്ണ നന്നായി തിളച്ചു. ഓരോ ഉഴുന്നുവട നമ്മൾ കയ്യിൽ വെള്ളമാക്കിയിട്ട് നന്നായിട്ട് ഓട്ടയാക്കിയിട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒരു 7-8 എണ്ണം കൊള്ളണ പോലത്തെ ചീഞ്ചട്ടിയായിരുന്നു കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തന്നെ കിട്ടി കേട്ടോ. ദൈവം സഹായിച്ചിട്ട്. വെള്ളമായി കഴിഞ്ഞ് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് കുറേ പ്രാവശ്യം ട്രൈ ചെയ്താട്ടോ ഇപ്പോൾ ഈ ലെവലെത്തിയത്. അപ്പോൾ അത് ഉഴുന്നുവടയൊക്കെ ഭഗവാന് വേണ്ടിയിട്ടുള്ള നിവേദ്യത്തിനുള്ള ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ഗ്ലാസ് അരിക്ക് എനിക്കൊരു 30 ഉഴുന്നുവടേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നുവട കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് റവ കേസരിയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കാഷ്യൂ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് ആ കാഷ്യൂനട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതേ നെയ്യിലേക്ക് ഞാൻ 1 ഗ്ലാസ് റവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് 1 ഗ്ലാസ് റവയ്ക്ക്
1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അളവ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എസൻസും ഇട്ടു. പിന്നെ ഞാൻ ഞാൻ 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച റവ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ചിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ കട്ട് കുത്താനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നന്നായിട്ട് കുറുകിയ ശേഷം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്താൽ പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യുക. നമ്മുടെ കേസരി റെഡിയായി. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി പൂജയ്ക്ക് പോകാൻ റെഡിയായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മക്കളുടെ കാര്യങ്ങളും എല്ലാം കഴിയുമ്പോൾ അതായത് അവർക്ക് കഴിക്കാൻ കൊടുക്കില്ലേ കുളിയെല്ലാം കഴിയുമ്പോൾ ഏകദേശം സമയം ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് റെഡിയായിട്ട് പോവാണ്. അപ്പോൾ ഭഗവാന് ആദ്യം 11 ദ്രവ്യങ്ങൾ വെച്ചിട്ട് അഭിഷേകമാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ തട്ട് നിറയ്ക്കാനൊക്കെ പോകുന്നത്. അത് ആദ്യം അഭിഷേകമാണ് ചെയ്യുന്നത്. അപ്പോൾ അഭിഷേകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി തട്ട് നിറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കാവടി ചക്ര വെച്ചിട്ട് ദിവസം ഭഗവാന് അത് വെച്ച് അഭിഷേകം ചെയ്യും കേട്ടോ. അതാണ് പൂജ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കിച്ചിരിക്കുന്നത്. समर्थमृतम् इति प्राचीन योग्योपास्वाद्रव्यं नरिक्षण्योर्वान्तरदिशाः अग्निर्भितमः अहं वृक्षस्य रेरिव कीर्तिर्पृष्टं गिरेरिव
അപ്പോൾ നമ്മൾ നിറച്ച മുദ്രയൊക്കെ ഇല്ലേ, അതായത് കാവടി ചക്ര കൊണ്ട് ഇപ്പോൾ നിറച്ചില്ല, അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ കാവടിയിലും ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ കെട്ടി വെക്കും കേട്ടോ. എന്നിട്ട് ഇത് കെട്ടിയിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ പങ്കിനിയുത്ര ദിവസമാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കാവടിയിലും ഇനി ശർക്കര ഏട്ടൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ പങ്കിനോത്ര ദിവസമുള്ള പൂജ കാര്യങ്ങളിലേക്ക് പോവാണ്. ഫസ്റ്റ് ഭഗവാന് അഭിഷേകമാണ് കേട്ടോ. അപ്പോൾ 11 ദ്രവ്യങ്ങൾ വെച്ച് ഫസ്റ്റ് അഭിഷേകം, അതിനുശേഷം കാവടിയിൽ മുദ്ര നിറച്ചില്ലേ, ആ മുദ്രയൊക്കെ വെച്ചിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യും. എന്നിട്ട് അലങ്കാര പൂജ, നിവേദ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാ ഭഗവാന് അലങ്കരിച്ച് ഇരുത്താൻ പോവാണ് കേട്ടോ. അഭിഷേകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അലങ്കാര പൂജയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ വിരുത്തൊക്കെ അതൊക്കെ സെറ്റ്. Govinda